പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ഏതൊരു തെണ്ടി അകത്ത് കയറിയിരിക്ക. ഞാൻ ഈ ഹൈക്കമാൻഡിൽ കയറി ഒന്ന് നിരീക്ഷണം നടത്താന്ന് കരുതി. ഭാഗ്യവാൻ ആരാണോ? അമ്മാമേ, സംതിങ് ഫിഷി. വെളിയിൽ നിന്നുള്ള അണ്ടിയുടെ വരവോടെ നമ്മുടെ അണ്ടിക്ക് മാർക്കറ്റില്ലാണ്ടായി പോയി. ചെറിയമ്മയുടെ പല്ലുവേദന മാറിയോടാ? ഞാനങ്ങനെ ഇവിടെ എത്തി സാർ. കാറ്റിലിങ്ങനെ ഒഴുകി വന്ന് മോനെ പ്രേമ നമ്പർ ഇറക്കല്ലേ. മായൻകുട്ടി നീ എന്നെ തനി സ്വരൂപം കണ്ടിട്ടില്ല. അത് ഞാൻ ദിവസവും കാണുന്നല്ലേ. പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. നീ വല്ല ഉദ്ദേശിച്ചു? സാർ ഞങ്ങൾ റിയൽ ഫ്രണ്ട്സാ. ഓ, ഫ്രണ്ട്ഷിപ്പ്. ഈ നിറമെന്ന ചിത്രത്തിലതുപോലെ. ഇത് നിങ്ങൾ വിചാരിക്കണ പോലെയൊന്നുമല്ല. ഞാൻ പറയുന്നത് ഒരാളും വിശ്വസിക്കുന്നില്ല. അയ്യോ പാവം. ഉറക്കോളിച്ചവിടെ മുറ്റത്ത് കുത്തിയിരുന്നപ്പോ ഞാൻ ഓർത്തെന്താന്നറിയോ? കേട്ടൊന്നും സത്യാവില്ല എന്നാ. എല്ലാം പോച്ചടാ. എതൊക്കെ വാഴണം. നിനക്ക് ഞാൻ പോരാർന്നെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ കോമാളേഷൻ കെട്ടിച്ചേ? എനിക്കതാ മനസ്സിലാകാത്തത്. നീ പറയടേ, നിനക്ക് ആരെ വേണം? ഇവനെ വേണോ അതോ എന്നെ വേണോ? അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഇവനെല്ലാം പൊക്കൂലേ, വണ്ണൂല്ലേ? നീ ചോദിക്കുന്ന എന്തായി മേടിച്ചേരാത്തെ? പവിഴോ ഒരു കുടം വെള്ളം ആ വാഴക്കന്നിൽ നനയ്ക്കണം. നിന്റെ നാവണ് എനിക്ക് കേൾക്കണം. എന്നെ വേണോ അതോ അവനെ വേണോന്ന്. എന്റെ അമ്മോ, ദേ വരുന്നു പുതിയ ചിട്ടിക്കാരൻ. ഇവള് ചിട്ടിയല്ല, ബാങ്കാ. ഇത് സാധാരണ ബാങ്കല്ല, സഹകരണ ബാങ്കാ. നീയൊക്കെ ഏതാടാ? ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ പറയട്ടെ. എന്റെ മുറ്റത്തിറന്ന് ബഹളം വെക്കാൻ ഏതാടിമാര്? കണ്ണൻ ചേട്ടാ, ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലേഷ? കണ്ണൻ ചേട്ടാ എന്നെ സംശയിക്കല്ലേ കണ്ണൻ ചേട്ടാ. There will be no more tolerance. എനിക്കും പടകളുണ്ട്. എന്താണ് സാർ ഈ അസുഖത്തിന്റെ പേര്? It's a kind of phobia. ഹോബിയാ. ചേട്ടാ, ഞാൻ ഇതിലെ പാലെടുക്കാൻ പോയപ്പോ വെള്ളം കേട്ട് കയറിയതാ. നിന്റെ വീട്ടിൽ ഇനി പശു ഉണ്ടോ? ഇതിലൊന്നും വലിയ കാര്യമില്ല മോനെ. 10,000 നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറിൽ. ഓടിക്കോ പ്രേമ, പതിയെ പോടാ. എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. എടുത്തോണ്ട് പോയി വല്ല വാഴയ്ക്കും തടയിട. ആരും അറിയണ്ട. വാ, 2 ടൺ നമ്മൾ അടിക്കാം.